ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി ഞാൻ വരുമ്പോൾ ഒരു വ്യക്തമായ മറുപടി എനിക്ക് കിട്ടിയിരിക്കണം. മനസ്സിലായോടാ? കാവലിരുന്നോളണം ഈ പട്ടിക്ക്. രക്ഷപ്പെട്ടു പോകരുത് ഇവൻ. കട്ടാക്കിയല്ലോ. അതോ കട്ടായതാണോ? ഒന്നുകൂടൊന്ന് വിളിച്ചു നോക്ക്. ആ, വീണ്ടും വിളിക്കുന്നുണ്ടല്ലോ. ഇതൊന്നുമില്ല, വെറുതെ ചുമ്മാ മൂടുകളാനായിട്ട്. മെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. സ്വിച്ച് ഓഫ് ചെയ്യാം. എടുക്കുന്നേ, അത്യാവശ്യക്കാരെങ്കിലും ആയിരിക്കും. ഇത് ചുമ്മാ പലിശയ്ക്ക് ആവശ്യമായിട്ട് വിളിക്കുക. കട്ടാക്കി. നീ ഒന്നുകൂടൊന്ന് വിളിച്ചു നോക്കിയേ. നമ്മൾ തുടങ്ങിയതറിഞ്ഞില്ലേ? ഇനിയിപ്പോ വിളിയോട് വിളിയായിരിക്കും. എടുക്കാന്നവന് അതിനെ നേരം കാണുള്ളൂ. എന്നാ വാ, കഴിക്കാൻ പോ. ഫോൺ ഓഫ് ആക്കിയമ്മേ, സ്വിച്ച് ഓഫാ. ആ, ഞാനേ ഒന്ന് മോങ്ങയിട്ട് വരാം. അല്ലെങ്കിൽ കാണുന്നൊരു തെറ്റിയിരിക്കും. ശരി. എന്തിനാ വിഷ്ണുട്ടൻ ഫോണും കൊണ്ട് ബാത്റൂമിൽ പോയത്? വിഷ്ണുട്ടൻ വീണ്ടും എന്തൊക്കെയോ മറക്കുന്നുണ്ടല്ലോ. എങ്ങനെയൊന്ന് കണ്ടുപിടിക്കാം. ആ വേലായുധൻ എങ്ങോട്ടാ പോയിരിക്കുക? അതോ ഇനി ആരെങ്കിലും പൊക്കിയതായിരിക്കോ? അങ്ങനെയാണെങ്കിൽ അതാരായിരിക്കും? ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. അയ്യോ, ഇനി എന്തെങ്കിലും തിരക്കിൽ നിൽക്കുന്നുണ്ടായിരിക്കുവോ? എങ്കിൽ പിന്നീട് വിളിക്കുമ്പോ എടുക്കണ്ടേ അമ്മേ? അല്ലെങ്കിൽ തിരിച്ചു വിളിക്കെങ്കിലും ചെയ്യണ്ടേ? വീണ്ടും എന്തെങ്കിലും പുലിവാല് പിടിക്കുമെന്ന് ഓർത്ത് കട്ട് ചെയ്തതാണെങ്കിലോ? എത്ര നല്ല ആളാണെങ്കിലും വീണ്ടും ഒരു കുഴപ്പത്തിലേക്ക് എടുത്തു ചാടാൻ മടിക്കുമല്ലോ മോളെ. ശരിയാ, നമ്മളെ സഹായിക്കാനായി വന്നിട്ട് എന്തൊക്കെ കുഴപ്പങ്ങളാ ചേട്ടൻ നേരിട്ടത്. മനഃപൂർവ്വം കട്ട് ചെയ്ത് തന്നെ ആയിരിക്കും. ഇനിയിപ്പോ എന്താ അമ്മേ ചെയ്യുക? നമ്മളെ സഹായിക്കാനായിട്ട് വരുന്നവര് മുഴുവൻ ഓരോ പ്രശ്നങ്ങളിൽ പെടുക. നമുക്കാ കഷ്ടകാലം, നമുക്കൊപ്പം കൂടുന്നവർക്കും കഷ്ടകാലം. ഒരു വിധത്തിലെല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞു വന്നതാ. ആ, നീ ഒരു കാര്യം ചെയ്. ആ ഗോപാലകൃഷ്ണൻ ചേട്ടനെ ഒന്ന് വിളിക്കേ. ഈ പറയുന്ന വിഷ്ണുവിന്റെ കയ്യില് കാശ് കൊടുത്തു വിട്ടത് ആ ചേട്ടനല്ലേ? അച്ഛന്റെ കൂട്ടുകാരനുമാ. പുള്ളിക്കാരൻ നമ്മളെ സഹായിക്കാതിരിക്കത്തില്ല. നമ്പർ അച്ഛന്റെ ഡയറിയിലുണ്ട്. വിളിച്ച് കാര്യം പറ, നടന്നതെല്ലാം പറ. ചെല്ല്. ഈ കല്യാണം ഒന്നും നടന്നു കിട്ടാൻ നേരാത്ത നേർച്ചയില്ല. ഒന്നും വരുത്തിയേക്കല്ലേ ദേവി. ഇവന് ബോധം വന്നില്ലേ? ബോധമൊക്കെ വന്നതാ. കള്ളിത്തിരി കിട്ടാൻ മാർഗമുണ്ടോന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. വീണ്ടും ചുണ്ടുപിടി കിടന്നു. പച്ചവെള്ളം കൊടുത്തു പോകരുത് ഇവന്. പട്ടിണി കിടക്കട്ടെ. വിശപ്പിന്റെ വിളി എന്താണെന്ന് ഇവൻ അറിയണം. എന്നാലേ അവന്റെ ഉള്ളിലുള്ള സത്യങ്ങൾ പുറത്തു വരൂ. 3 പേരും ഉറങ്ങിക്കളയരുത്. ഇവൻ ബേന്ദർന. കള്ളന് കഞ്ഞി വെച്ചവെന്ന് പറയാറില്ലേ? അത്തരത്തിലുള്ളൊരു മുതലാണിവൻ. ചുമ്മാ പിള്ളേരെ പേടിപ്പിക്കാതോ. ആ, താനേ വാങ്ങിച്ചതുപോലെ അകത്തിരിപ്പുണ്ടെങ്കിൽ എടുത്തോണ്ട് വാ, നമുക്ക് 2 അടിക്കാം. നിനക്കപ്പൊ കിട്ടിയതൊന്നും പോരാ അല്ലടാ. നീ അപ്പൊ കള്ളോറക്കം നടിച്ച് കിടക്കുമായിരുന്നു. പിന്നെ നീ എന്ത് കരുതി? ഇവന്റെ അടിയും കൊണ്ട് ഞാൻ തളർന്നു കിടന്നുറങ്ങുകയാണെന്നോ? അതിന് വേലായുധം വേറെ ജനിക്കണം.
എടാ നീ എന്തൊരു മനുഷ്യനാണ്. നിന്റെ മോളെ കല്യാണമായില്ലേ? നീ നിന്ന് നടത്തേണ്ട കല്യാണമല്ലേ? അത് അന്തസ്സായി നിന്ന് നടത്തണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? നീ തന്നെയാണോടാ ആ പെങ്കൊച്ചിന്റെ അച്ഛൻ? ആഗ്രഹം ഉണ്ടായിട്ട് എന്താ കാര്യം? താൻ എന്നെ സ്കെച്ച് ചെയ്ത് ഇവിടെ കൊണ്ടിട്ടേക്കല്ലേ, പിന്നെ ഞാൻ എങ്ങനെ പോകാനാ? ഒരൊറ്റ കാര്യം മാത്രം നീ പറഞ്ഞാ മതി. നിനക്ക് നിന്റെ മകളുടെ കല്യാണം ഭംഗിയായി നടത്താം. ഒരാളും നിന്നെ തടയില്ല. പക്ഷേ നീ പറയണം, ഗോപാലകൃഷ്ണന് വേണ്ടി നീ എന്റെ മകന്റെ ശരീരം എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നതെന്ന്. ഡാ, എവിടെയാ നീയൊക്കെ കൂടെ ചേർന്ന് എന്റെ മകനെ അടക്കം ചെയ്തിരിക്കുന്നതെന്ന്. അത് പറയാതെ നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല. പറഞ്ഞില്ലെങ്കിൽ അതുപോലെ നിന്നെയും ഞങ്ങൾ ഇവിടെ കൊന്നു കുഴിച്ചു മൂടും. തന്തയായ നിനക്ക് ആ കല്യാണം കൂടാൻ യോഗമുണ്ടാവില്ല എന്ന് മാത്രമല്ല, തന്ത ചത്ത പെലയാണെങ്കിൽ മോളുടെ കല്യാണം നടത്താൻ പറ്റില്ലല്ലോ. എന്തു വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ഈ രാത്രി മുഴുവൻ നിനക്ക് ആലോചിക്കാൻ സമയമുണ്ട്. നന്നായി ആലോചിക്കേ, എന്നിട്ടൊരു തീരുമാനത്തിലെത്ത്. സത്യങ്ങൾ പറഞ്ഞ് മകളുടെ കല്യാണം കൂടണോ? പെട്ടുമരണം വിളിച്ചു വാങ്ങി സ്വന്തം മകളുടെ കല്യാണം മുടക്കണോന്ന്? ഇനി ഞാൻ വരുമ്പോൾ ഒരു വ്യക്തമായ മറുപടി എനിക്ക് കിട്ടിയിരിക്കണം. മനസ്സിലായോടാ? കാവലിരുന്നോളണം ഈ പട്ടിക്ക്. രക്ഷപ്പെട്ടു പോകരുതിവൻ. യാ, ഉള്ള സത്യം പറഞ്ഞ് മകളുടെ കല്യാണം കൂടാൻ നോക്കും. ചീട്ടുണ്ടോ നിന്റെയൊക്കെ കയ്യില്? ഒരു കൈ ഇരുന്നാലോ? വെറും പാഴാണല്ലോടാ. കഷ്ടം. വേലായുധനോടാ കളി. മുറിച്ചിട്ടോ മുറി കൂടുന്നവനാ ഈ വേലായുധൻ. വേണോടാ? വേണമെങ്കിൽ പോയെടുത്തോ.